യോഹന്നാൻ സുവിശേഷത്തിന്റെ 21 അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വചനത്തില് അപ്പസ്തോലന്മാർ ഉത്തിതനായി ഈശോ ഉയർത്തതിനു ശേഷം അപ്പസ്തോലന്മാരിൽ 7 പേര് ഒരുമിച്ച് കൂടി പത്രോസിന്റെ നേതൃത്വത്തിൽ മീൻ പിടിക്കാൻ പോകുന്ന വീണ്ടും ഒരു സംഭവമുണ്ട്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. രാത്രി അതുപോലെ തന്നെ രാത്രി അധ്വാനിച്ചവർക്ക് ഒന്നും കിട്ടി. ശരിക്കും അവർ വിശന്ന് വരികയാണ്, പട്ടിണി കിടാൻ രാത്രി ഒന്നും കിട്ടിയില്ല. ശിക്ഷ അവർക്ക് കൊടുക്കും. അവിടെയാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. വെറും 153 മത്സ്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ വല നിറച്ച് കയറ്റി കൊടുത്ത് അവരെ വീണ്ടും അവർ ഭക്ഷണം ദൈവം അവർ കണ്ടു. രാവിലെ വരുമ്പോൾ നോക്കിയേ അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് വരുമ്പോൾ കരയിൽ വിരുന്നൊരുക്കിയിരിക്കുന്നു. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സകല കാര്യവും ദൈവം നടത്തുന്നത് കാണാൻ പറ്റും. ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ ഈ ശുശ്രൂഷയിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിൽക്കുമ്പോൾ, അണക്കരയിൽ ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടെ എനിക്കിത് മുഴുവൻ ഞാൻ ആരുടെയും പുറകെ പോയിട്ടല്ല, ദൈവം കൊണ്ടുവന്ന് തന്ന സംഭവമാണ്. മുഴുവൻ ഇത്രയും രാജ്യങ്ങൾ ശുശ്രൂഷ ചെയ്തു, ഇത്രയേറെ രാജ്യങ്ങളിലേക്ക് ശുശ്രൂഷ ചെയ്തു. ദൈവം അനേക കൃപകൾ ഞാൻ ഒരിക്കലും പഠിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കാൻ പറ്റാത്തത് എല്ലാം ദൈവം തരുന്ന കാണാൻ പറ്റും. തൻ്റെ ദാസർക്ക് ദൈവം എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. അവരതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട യാതൊരു കാര്യമില്ല. വേണ്ടത് വേണ്ടുവോളം തരുന്ന ദൈവത്തെയാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. കൂടുതലും തരില്ല, കുറച്ചും തരില്ല, നമുക്ക് ആവശ്യമുള്ളത് ദൈവം തരുന്നത് കാണാൻ പറ്റും. കൂടുതലും തരില്ല, കുറച്ചും തരില്ല, നമുക്ക് ആവശ്യമുള്ളത് ദൈവം കൃത്യമായിട്ട് ചെയ്ത് തരുന്നത് കാണാൻ പറ്റും. അതാണ് യോഹന്നാൻ 21:9, 8, 9. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പോൾ അവർ കണ്ടു. യേശു കൊണ്ടു അവർക്കുള്ളത് തെരഞ്ഞെടുക്കപ്പെട്ടവനെ ദൈവം അവൻ്റെ എല്ലാ കാര്യങ്ങളിലും വന്ന് ദൈവം പരിപാലിക്കുന്നത് കാണാൻ പറ്റും. ദൈവം എല്ലാ കാര്യം, അവൻ്റെ ഭൗതിക കാര്യം, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ആത്മീയ കാര്യം, അവൻ്റെ കുടുംബം, സകല കാര്യങ്ങളും ദൈവം തന്നെ ഇടപെടുന്നത് കാണാൻ പറ്റും. ഒരു പ്രശ്നം വരുമ്പം തന്നെ അത് പ്രശ്നം പരിഹരിക്കുന്നത് കാണാൻ പറ്റും. അവനൊരു കൊടുങ്കാറ്റ് വരുമ്പോൾ ദൈവം, 2 അപ്പസ്തോലന്മാർ വള്ളത്തിൽ യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്കറിയാലോ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ഈശോ അവിടെ കിടന്നുറങ്ങുമ്പോൾ ഇവരാകെ ഭയന്ന് വിറയ്ക്കും. പക്ഷെ കൊടുങ്കാറ്റ് അടിക്കുന്നെങ്കിലും കടല് കോപിച്ചിരിപ്പുണ്ടെങ്കിലും ഇതിവരെ ബാധിക്കില്ലെന്നേ. കാരണം ഈശോ അവിടെയുണ്ട്. അതാണ് കൃപ കിട്ടിയവന്റെ കൂടെ ആരുണ്ട്? ഈശോയുടെ സാന്നിധ്യമുണ്ട്. കൊടുങ്കാറ്റ് 4 വശത്ത് ആഞ്ഞടിച്ചാലും തൊടിയരുത്.